ഹലോ, എല്ലാവർക്കും നമ്മുടെ 90 ഡേയ്സ് ഹെയർ കെയർ ചലഞ്ചിൻ്റെ ഡേ 49ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഹെയർ പാക്കിൻ്റെ ഡേ ആണ്. നമ്മൾ വീണ്ടും ഒരു വീക്ക്, അതായത് കഴിഞ്ഞ വീക്കിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്കാൽപ്പിൽ നന്നായിട്ട് ഷാമ്പൂ ഒക്കെ ഇട്ട് ഹെയറൊക്കെ നന്നായിട്ട് സ്കാൽപ്പും മുടിയുടെ ലെങ്തും ഒക്കെ നന്നായിട്ട് വൃത്തിയാക്കി ഷാമ്പൂ ഒക്കെ ഇട്ട് യൂസ് ചെയ്ത് കഴുകി നന്നായിട്ട് കളഞ്ഞ് നമ്മൾ വൃത്തിയാക്കി നീറ്റാക്കി ഇരിക്കുകയാണ് നമ്മുടെ മുടിയിൽ. വീണ്ടും നമ്മൾ ഹെയർ പാക്കുകൾ ഈ ഒരു വീക്കിൽ ഹെയർ പാക്കുകൾ വീണ്ടും തുടങ്ങിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഹെയർ പാക്ക് എന്ന് പറയുന്നത് ഒനിയനാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ഒനിയൻ്റെ കൂടെ നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ലെമൺ ആണ്. അപ്പം ജസ്റ്റ് ഞാനൊരു ചെറിയൊരു മീഡിയം സൈസ് ഒരു ഒനിയൻ എടുത്ത് നന്നായിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുത്തു. എന്നിട്ട് അതിൻ്റെ ജ്യൂസ് അരിച്ചെടുക്കുകയാണ് ചെയ്തത്. ആ ഒരു ജ്യൂസാണ് ഇപ്പം ഞാൻ ആ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ജ്യൂസ് എങ്ങനെയാണ് എടുക്കണമെന്ന് വെച്ചാൽ, നമ്മുടെ സ്കാൽപ്പിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ എന്തോരം വേണോ അത്രത്തോളമാണ് നമ്മൾ എടുക്കുന്നത്. ഒനിയൻ ജ്യൂസ് അത്രത്തോളം എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനൊരു 8-9 ആ ഒരു ചെറിയ സ്പൂണിൽ ഒരു 8-9 സ്പൂൺ ഒനിയൻ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലെമൺ ജ്യൂസ് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒനിയൻ ജ്യൂസിൻ്റെ അത്രത്തോളം ലെമൺ ഇതിനകത്ത് യൂസ് ചെയ്യണില്ല, അതിൽ കുറവായിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഒരു അത്യാവശ്യം വലിയൊരു സ്പൂൺ 4 സ്പൂൺ ഒനിയൻ ജ്യൂസ് എടുക്കുകയാണെങ്കിൽ ഒരു 3 സ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു 2 സ്പൂണോ അല്ലെങ്കിൽ ഒരു 5 സ്പൂണ് ഇപ്പം ഒനിയൻ ജ്യൂസ് എടുക്കുകയാണെങ്കിൽ ഒരു 4 സ്പൂൺ ലെമൺ ജ്യൂസും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ എത്ര സ്പൂൺ നിങ്ങൾ ഒനിയൻ ജ്യൂസ് എടുക്കുന്നോ അതിൽ കുറച്ചിട്ട് വേണം നമ്മൾ ലെമൺ ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ലെമൺ ജ്യൂസ് കുറച്ചിട്ടാണ് എടുക്കുന്നത്, അതായത് ഒനിയനേക്കാളും കുറവായിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഒനിയൻ ജ്യൂസ് എടുക്കുന്നത് നമ്മുടെ ആ ഒരു സ്കാൽപ്പിൽ എന്തോരം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടോ അത്രത്തോളം നമ്മൾ ഒനിയൻ ജ്യൂസ് എടുക്കുന്നുണ്ട്. അങ്ങനെയാണ് കേട്ടോ. അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹെയർ പാക്കിൻ്റെ കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചു. ഇനി ഞാനൊന്ന് ഇൻവേർഷൻ മെത്തേഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയത്താണോ ടൈം കിട്ടുക ആ ഒരു സമയം ഇൻവേർഷൻ മെത്തേഡ് ചെയ്ത് കൊടുക്കുക. ഇത് മുടി വളർച്ചയ്ക്ക് നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. കൂടാതെ ഞാൻ തലേന്ന് നൈറ്റ് തന്നെ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. മുടിയുടെ ലെങ്തിലേക്ക് രാവിലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എനിക്ക് ഇൻവേർഷൻ മെത്തേഡ് ചെയ്തിട്ട് ആ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ നൈറ്റിൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇനിയിപ്പം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് മുടിയുടെ ലെങ്തിലേക്കും കൂടി ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു പാക്ക് ഇടാം. അല്ലാത്ത ആൾക്കാരാണെങ്കിൽ, നൈറ്റിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെയോ അല്ലെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കൊടുക്കുന്നതിന് ഒരു അരമണിക്കൂർ മുൻപായിട്ടോ നിങ്ങൾക്ക് ഓയിൽ ഇട്ട് കൊടുത്ത് സ്കാൽപ്പിലേക്കും മുടിയുടെ ലെങ്തിലേക്കും ഓയിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ജ്യൂസായിട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ, നന്നായിട്ട് അരിച്ചൊക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനും വാഷ് ഔട്ട് ചെയ്ത് കളയാനും നമുക്ക് എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇത് ജ്യൂസായിട്ട് തന്നെ എടുക്കുന്നത് കേട്ടോ. അപ്പം ഞാനിപ്പം ഇൻവേർഷൻ മെത്തേഡൊക്കെ ചെയ്ത് കൊടുത്ത് മുടിയിൽ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചീകി കൊടുക്കുകയാണ്, നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓരോരോ വകച്ചിലായിട്ട് എടുത്തിട്ട് മുടിയുടെ ഓരോരോ പോർഷൻസായിട്ട് എടുത്തിട്ട് നന്നായിട്ട് എല്ലായിടത്തും ആ ഒരു തലയോട്ടിയിൽ ഫുള്ളായിട്ട് കിട്ടണ രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാ പാക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെയാണ് ഈ ഒരു പാക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്.
അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് വീഡിയോ തൊട്ട് നിങ്ങൾ കാണണം കേട്ടോ. കാരണം അതിലാണ് എന്തൊക്കെ കാര്യങ്ങൾ ഇതിനോടൊപ്പം ഈ ഒരു ഹെയർ പാക്കിനോടൊപ്പം എന്തൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് വീഡിയോ കണ്ടാലാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് ഈ ഒരു ചലഞ്ച് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ചലഞ്ചിൻ്റെ ഡേ 1 തൊട്ട് കാണണം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഓരോരോ കുഞ്ഞു കുഞ്ഞു സെക്ഷൻസായിട്ട് ഓരോരോ വകച്ചിലെടുത്തിട്ട് നന്നായിട്ട് സ്കാൽപ്പിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്നെപ്പോലെ ഡെലിവറിക്ക് ശേഷം മുടി കൊഴിഞ്ഞിട്ടുള്ള ആൾക്കാരും, എനിക്ക് പ്രഗ്നൻസിയിൽ തന്നെ മുടി കൊഴിച്ചിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അവസാനമൊക്കെ മാസങ്ങളായപ്പോഴാണ് എൻ്റെ ആ ഒരു മുടി കൊഴിച്ചിലൊന്ന് സ്റ്റോപ്പായത്. ബാക്കി അല്ലാണ്ട് പറയുകയാണെങ്കിൽ പ്രഗ്നൻസി ത്രൂ ഔട്ട് മുടി കൊഴിച്ചിലുണ്ടായിരുന്നു, അവസാന 2 മാസങ്ങൾ ഒഴിച്ചിട്ട്. പിന്നെ ഡെലിവറി കഴിഞ്ഞ ശേഷവും നല്ലോണം മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. അപ്പോൾ എന്നെപ്പോലെ ആ ഒരു ഹെയർ ഫോളൊക്കെ ഈ ഒരു ടൈമിൽ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് ഡെലിവറി കഴിഞ്ഞ ശേഷം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ആൾക്കാരൊരിക്കലും ഈ ഒരു ചലഞ്ച് എടുക്കാൻ ഞാൻ പറയില്ല കേട്ടോ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊന്നും ചെയ്യേണ്ട. നിങ്ങൾക്ക് ഡെലിവറി കഴിഞ്ഞ ശേഷം ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു പോയ മുടികളൊക്കെ തിരിച്ച് കൊണ്ടുവരാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഡെലിവറി കഴിഞ്ഞവർക്ക് മാത്രമല്ല കേട്ടോ, മുടി കൊഴിച്ചിലുള്ളവർക്കും അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളർത്തിയെടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കും ഒക്കെ ഈ ഒരു ചലഞ്ച് എടുത്ത് നോക്കാം. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ടുകൾ കിട്ടുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല എങ്കിലും ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഒനിയനും അതുപോലെ തന്നെ ലെമണും നമ്മൾ ഇതിനു മുൻപ് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു ഹെയർ പാക്കായിട്ടല്ല, ലെമൺ ജ്യൂസ് നമ്മൾ ഇതിന് മുന്നേ ഉള്ളൊരു ഹെയർ പാക്കിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒനിയൻ നമ്മൾ മിക്കവാറും ഹെയർ പാക്കിലൊക്കെ ഒനിയൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം മുടി വളർച്ചയ്ക്ക്, പുതിയ മുടി കിളിർത്ത് വരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു ഒനിയൻ ജ്യൂസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലെമൺ ജ്യൂസും കൂടി നമ്മൾ ഇതിൽ മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇത് നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം നൽകാൻ സഹായിക്കും. കൂടാതെ നമ്മുടെ സ്കാൽപ്പിലുള്ള ഡാൻഡ്രഫ്, സ്കാൽപ്പിലുള്ള ഇഷ്യൂസൊക്കെ മാറ്റിയെടുക്കാനും അതുപോലെ തന്നെ പുതിയ മുടികൾ ധാരാളം ഉണ്ടാകാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ യൂസ് ചെയ്ത് കൊടുത്തിട്ടുള്ള എല്ലാ ഹെയർ പാക്കുകളും നമ്മുടെ പുതിയ മുടികൾ വരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. ഫസ്റ്റ് നമ്മുടെ സ്കാൽപ്പിനെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യും. സ്കാൽപ്പിലുള്ള അഴുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാൻഡ്രഫോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോയതിന് ശേഷമാണ് നമുക്ക് പുതിയ മുടികൾ വരുത്തുള്ളൂ. അപ്പോൾ ഡാൻഡ്രഫോ അങ്ങനെയൊക്കെ ഉള്ള ഇഷ്യൂസ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാക്കുകളൊക്കെ ഇടുന്നതോടുകൂടി ആ ഒരു കണ്ടീഷൻസ്, അതായത് ഡാൻഡ്രഫിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരും. പതിയെ അത് മാറും കേട്ടോ. അപ്പോൾ ഈ ഒരു ചലഞ്ച് എടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ടാകും. അതായത് ഡാൻഡ്രഫിനെ മാറ്റാൻ പറ്റും, സ്കാൽപ്പിലുള്ള കാര്യങ്ങളൊക്കെ, അഴുക്കുകളും അതുപോലെ തന്നെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും. അതുവഴി ഇതൊക്കെ മാറുന്നതോടെ നമുക്ക് പുതിയ മുടികളെ കിളിർത്ത് വരാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഫുള്ളായിട്ട് ഒരു പാക്ക് സ്കാൽപ്പിൽ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്താലാണ് എനിക്ക് സ്കാൽപ്പിൽ എല്ലായിടത്തും ഈ ഒരു ജ്യൂസസ് എത്തിയെന്ന് എനിക്ക് ഉറപ്പ് വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം നല്ലോണം മുടി കൊഴിച്ചിലുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ. ചിലപ്പോൾ മുടികൾ കുറേയൊക്കെ കയ്യിൽ കൊഴിഞ്ഞു വരാൻ സാധ്യതയുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മുകളിൽ ചുറ്റി കെട്ടി വയ്ക്കുകയാണ് കേട്ടോ മുടി. അപ്പോൾ ഇനി നമുക്കൊരു 30 മിനിറ്റ്സ് to 1 hour വരെ വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.